സൂറത്തു ഷൂറയിലെ ആയത്താണ്. ഇതാണ് മറ്റു ഗ്രഹങ്ങളിൽ ജീവികളുണ്ടോ ഇല്ലയോ എന്നതിന് വളരെ കൃത്യമായി അള്ളാഹു പച്ചയിൽ നമുക്ക് പറഞ്ഞു തരുന്ന ഒരായത്താണിത്. സൂറത്തു ഷൂറ. ومن آياته خلق السماوات والأرض وما بث فيهما من دابة وهو على جمعهم إذا يشاء قدير. ومن آياته അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് ഖൽഖുസ് സമാവാതി വൽ അർള്, ആകാശലോകങ്ങളെ പടച്ചതും ഭൂമിയെ പടച്ചതും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് ഖൽഖുസ് സമാവാതി വൽ അർള്. എന്നിട്ട് പറഞ്ഞു വമാ ബസ്സ ഫീഹിമാ മിൻ ദാബ്ബ, ആകാശങ്ങളിലും ഭൂമിയിലും വമാ ബസ്സ ഫീഹ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ മാത്രമായി. വമാ ബസ്സ ഫീഹിമാ, ഭൂമിയിലും ആകാശത്തുമായി അള്ളാഹു വിതറിയ മിൻ ദാബ്ബത്തിൻ, ജീവജാലങ്ങളും. ഇതൊക്കെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്. ദാബ്ബ എന്ന് പറഞ്ഞാൽ മാ യദിബ്ബു, ചരിക്കാനും അനങ്ങാനും കഴിയുന്ന ജീവികൾക്കാണ് ദാബ്ബ എന്ന് പറയാം. ദാബ്ബത്തുൽ അർള് എന്ന് പറഞ്ഞ മൃഗം വരും എന്നൊക്കെ പറയില്ലേ. ദബ്ബ യദിബ്ബു ദബീബൻ എന്ന് പറഞ്ഞാൽ ഇന്നമ ശൈഖു മൻ യദിബ്ബു ദബീബ. ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ വയസ്സെന്നർത്ഥമുണ്ട്. അപ്പം മൻ യദിബ്ബു ദബീബ, ഭൂമി കൂടെ ഇങ്ങനെ അനങ്ങി ഇങ്ങനെ ഉരുണ്ട് പോണ ആൾക്കാണ് ഇപ്പോൾ ഷെയ്ഖ് എന്ന് പറയുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം പ്രായത്തിയ ആൾ, അങ്ങനെയും പറയും. പിന്നെ പണ്ഡിതന്മാർ, ഭരണാധികാരികൾ, VIP കൾ, അവർക്കൊക്കെ അത് പറയും. ഏതായിരുന്നാലും വമാ ബസ്സ ഫീഹിമാ മിൻ ദാബ്ബ, ആകാശഭൂമികളിൽ മുഴുവനായി അള്ളാഹു സൃഷ്ടിച്ചു വെച്ച ജീവജാലങ്ങളും വമിൻ ആയാതിഹി, അള്ളാഹിൻ്റെ ദൃഷ്ടാന്തമാണ്. വഹുവ അലാ ജംഇഹിം ഇദാ യശാഉ ഖദീർ, അങ്ങനെ പരന്നു കിടക്കുന്ന സർവ്വജീവജാലങ്ങളെയും അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അവരെയൊക്കെ ഗ്യാദർ ചെയ്യാൻ, ഒരുമിച്ച് കൂട്ടി ഒരു പ്ലാനറ്റിൽ കൊണ്ടുവരാൻ ഇതൊക്കെ അള്ളാഹുവിന് കഴിയും. വേണമെങ്കിൽ അവരെയൊക്കെ അള്ളാഹു ഒരുമിച്ച് കൂട്ടാം. പക്ഷേ വമാ ബസ്സ ഫീഹിമാ, ആകാശഭൂമികളിൽ ജീവികളുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞ ആയത്താണിത്. അപ്പോൾ ഒരു എക്സ്പ്ലോറേഷൻ, ഒരു സ്റ്റഡി, ഒരു റിസർച്ച്, അതിൻ്റെ വലിയൊരു സാധ്യത നമ്മുടെ മുമ്പിൽ കിടക്കുക, വിദ്യാർത്ഥികളുടെ മുമ്പിൽ. ജീവജാലങ്ങൾ ഉണ്ടെന്നാണ് ഖുർആൻ പറഞ്ഞത്. വമാ ബസ്സ ഫീഹിമാ മിൻ ദാബ്ബ. ആ ഫീഹിമാ എന്ന് പറഞ്ഞിടത്താണ് അതിൻ്റെ പോയിന്റ് കിടക്കുന്നത്. മിൻ ദാബ്ബ വഹുവ അലാ ജംഇഹിം ഇദാ യശാഉ ഖദീർ, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അവരെയൊക്കെ അള്ളാഹുവിൽ ഒരുമിച്ച് കൂട്ടാൻ കഴിവുള്ളവൻ തന്നെയാണ്. ഏതായിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ ഇൽമിനെ സംബന്ധിച്ച് പറയാൻ, അല്ലാഹുല്ലദീ ഖലഖ സബ്അ ഇത് സൂറത്ത് ത്വലാഖിലാണ്. അല്ലാഹുല്ലദീ ഖലഖ സബ്അ സമാവാതി വമിനൽ അർളി മിത്ലഹുൻ യതനസ്സലുൽ അംറു ബൈനഹുൻ, ആകാശഭൂമികൾക്കിടയിൽ അള്ളാഹുവിൻ്റെ അമ്ര നിർദ്ദേശങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഭൂമിയിലേക്ക് എന്ന് മാത്രമാണെങ്കിൽ അവിടെ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. യതനസ്സലുൽ അംറു ഫീഹ അല്ലെങ്കിൽ ഇലൈഹ എന്ന് പറഞ്ഞാൽ മതി, ബൈനഹുൻ. അപ്പോൾ ഇവിടെ ജീവികളുണ്ടെന്ന് പറഞ്ഞു, കമാൻഡും അവരിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇൻ്റലക്ച്വൽസ്, ചിന്തിക്കാൻ കഴിയുന്ന ബുദ്ധിയുള്ള ജീവജാലങ്ങൾ മനുഷ്യരല്ലാത്തതും അള്ളാഹുവിനുണ്ട് എന്നതിലേക്കുള്ള സൂചനകളാണ്. അല്ലാഹു അലം, അല്ലാഹു അലം. ലിതഅലമൂ, നിങ്ങൾ അറിയണം, അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാനാണ് അള്ളാഹു ഇത് പറഞ്ഞിരുന്നത്. സുബ്ഹാനല്ലാഹ്, ഭൂമിയിൽ മാത്രമേ ജീവികളുള്ളൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ 21-ാം നൂറ്റാണ്ടിലെ വിദ്യാർത്ഥികൾക്കൊന്നും ഇപ്പോൾ വലിയ എൻ്റർടൈനിങ് ഒന്നും ഉണ്ടാവില്ല. ഭൂമിയിലെ കഥ മാത്രമല്ലേ ഖുർആന് പറയാനുള്ളൂ. അല്ല, ലിതഅലമൂ, എന്തിനായി പറയണമെന്നറിയോ? നിങ്ങൾക്കറിയണം. എന്ത്? നിങ്ങൾ 2 പേടകണ്ടാക്കി ആകാശത്തേക്ക് പോയി വരുമ്പോഴേക്കും എന്തല്ല വലിയ സംഭവമാണ്, ഞങ്ങൾ അള്ളാഹിനെ തോൽപ്പിച്ചു എന്ന് പറയണ്ട. ലിതഅലമൂ, ഞാൻ പറഞ്ഞു തരികയാണ്. എന്തിനെന്നറിയോ? നിങ്ങൾക്കറിയണം, അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. വ അന്നല്ലാഹ, മാത്രമല്ല അള്ളാഹു ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമ, എല്ലാ വസ്തുവിനെ സംബന്ധിച്ചും കൃത്യമായ അറിവ് അള്ളാഹുവിനുണ്ട്. നിങ്ങൾ ഉണ്ടാക്കി വിടുന്ന പേടകങ്ങളും നിങ്ങളുടെ സാറ്റലൈറ്റുകളും നിങ്ങൾ ആകാശത്തേക്ക് ചെയ്യുന്ന എക്സ്പ്ലോറേഷൻസ്, നിങ്ങളുടെ യാത്രകളും, ഇതൊക്കെ അള്ളാഹുവിനറിയാം. ഏതൊക്കെ ജീവജാലങ്ങൾ എവിടെയൊക്കെ കിടക്കുന്നുണ്ട്. നിങ്ങളൊരു വെള്ളത്തിൻ്റെ ഒരു ചാല് പോയ പോലെ കാണുന്നുണ്ട്. അപ്പോൾ പണ്ടെന്നോ വെള്ളം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനെ അഭിമാനം പെട്ട് ഇങ്ങനെ കോരിത്തരിച്ച് ഇങ്ങനെ നിൽക്കുന്നത്. കാം ഡൗൺ.
ഇതിലപ്പുറം അള്ളാഹുവിനറിയാം. ഇതിനിടയിലൊക്കെ ജീവജാലങ്ങളുണ്ട്, എൻ്റെ നിർദ്ദേശങ്ങൾ അങ്ങോട്ട് ഇറങ്ങുന്നുമുണ്ട്. നമ്മുടെ വിഷയം കിടക്കുന്നത് ആ ഒരു വാക്കിലാണ്. അള്ളാഹു എല്ലാം ചുറ്റി അറിയുന്നവനാണ്. നമ്മുടെ പഴയ സ്ഥാപനരൊക്കെ അങ്ങനെ അർത്ഥം പറയാം. അഹാത്ത ബികുല്ലി ഷൈഇൻ ഇൽമ എന്ന് പറഞ്ഞാൽ ചുറ്റി അറിയുന്നവനാണ്. അഹാത്ത എന്ന് പറഞ്ഞാൽ ശരിക്കും ഇഹാത്ത എന്ന് പറഞ്ഞാൽ ശരിക്കും സറൗണ്ട് ചെയ്യുന്നതാണ്. മുഴുവൻ വലയം ചെയ്യൂലേ. ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് സീൻ നടന്ന ഒരു ക്രൈം സീൻ ഉണ്ടെങ്കിൽ അവിടെ എന്താ പറയും, പിന്നെ ഇങ്ങോട്ട് അടുക്കാൻ പാടില്ല എന്ന് പറയും അല്ലേ. ഇതാ ക്രൈം സീനാണ്, അവിടെ റിബൺ വെച്ച് കെട്ടും, അതിനെ ശരിക്കും സറൗണ്ട് ചെയ്യും. അത് പിന്നെ അണ്ടർ കൺട്രോളാണ്. ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നവരുടെ കൺട്രോളിലായിരിക്കും ഇതുണ്ടാവുക. ഈ ഹാത്ത ചെയ്യുക എന്ന് പറഞ്ഞാൽ അതാ ശരിക്കും അതിനങ്ങ് വട്ടത്തിൽ പിടിക്കുക, അതിനെ ശരിക്കും കണ്ട് ആവരണം ചെയ്യുക. അള്ളാഹു ഇൽമൻ, ഓരോന്നിനെയും കൃത്യമായ അറിവ് റബ്ബ് തആലക്കുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പും അതിനിടയിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിരുന്നത്. എന്തൊരു മനോഹരമാണ് റബ്ബേ, എന്തൊരു മനോഹരമാണ് അള്ളാഹുവിൻ്റെ വചനങ്ങൾ. ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് പഠനങ്ങളിലേക്ക് ഇറങ്ങേണ്ടത് ഇൻഷാ അള്ളാഹ്. അതുകൊണ്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത്, റബ്ബ് തആല അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള കണ്ണിൻ്റെ കാഴ്ചക്കപ്പുറം ഹൃദയത്തിൻ്റെ കാഴ്ച അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.